വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 1ാം ക്ലാസ്സിലെ ആനന്ദീസ് റെയിൻബോ എന്ന ഇംഗ്ലീഷ് ലെസനാണ്. നമുക്ക് ഈ ലെസൺ ഒന്ന് വായിക്കാം അല്ലേ? ലെറ്റ് us റീഡ്. നമുക്കൊന്ന് വായിക്കാം. ആനന്ദീസ് റെയിൻബോ. ആനന്ദിയുടെ റെയിൻബോ മീൻസ് മഴവില്ല്. ആനന്ദിയുടെ മഴവില്ല്. It was raining outside. It was raining outside. പുറത്ത് മഴ പെയ്തുകൊണ്ടിരുന്നു. നേരത്തെ നടന്ന കാര്യമാണ് പറയുന്നത്. It was raining outside. പുറത്ത് മഴ പെയ്തുകൊണ്ടിരുന്നു. ആനന്ദി was fast asleep. ആനന്ദി was fast asleep. ആനന്ദി നല്ല ഉറക്കത്തിലായിരുന്നു. ആനന്ദി നല്ല ഉറക്കത്തിലായിരുന്നു. ആനന്ദി വാസ് ഫാസ്റ്റ് അസ്ലീപ്പ്. ഡ്രീമിങ് ഓഫ് റെയിൻബോസ്. വെറുതെ അല്ല ഉറങ്ങിയത്, സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉറങ്ങിയത്. ഡ്രീമിങ് ഓഫ് റെയിൻബോസ്. മഴവില്ലിനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ആനന്ദി ഉറങ്ങിയത്. ആനന്ദി വാസ് ഫാസ്റ്റ് അസ്ലീപ്പ് ഡ്രീമിങ് ഓഫ് റെയിൻബോസ്. ആനന്ദി നല്ല ഉറക്കത്തിലായിരുന്നു റെയിൻബോയെ സ്വപ്നം കണ്ടുകൊണ്ട്. മഴവില്ലിനെ സ്വപ്നം കണ്ടുകൊണ്ട് ആനന്ദി നല്ല ഉറക്കത്തിലായിരുന്നു. ഷീ വോക്കപ്പ്. അവൾ ഉണർന്നു. ഷീ വോക്കപ്പ് ടു ലുക്ക് ഔട്ട് ഓഫ് ഹെയർ വിൻഡോ. ഷീ വോക്കപ്പ് ടു ലുക്ക് ഔട്ട് ഓഫ് ഹെയർ വിൻഡോ. അവളുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ ആണ് അവൾ ഉണർന്നത്. ദർ വാസ് എ ഹ്യൂജ് ബ്രൈറ്റ് റെയിൻബോ. ദർ വാസ് എ ഹ്യൂജ് ബ്രൈറ്റ് റെയിൻബോ. ഒരു വലിയ തിളങ്ങുന്ന മഴവില്ലുണ്ടായിരുന്നു. ദർ വാസ് എ ഹ്യൂജ് ബ്രൈറ്റ് റെയിൻബോ. ഒരു വലിയ തിളങ്ങുന്ന മഴവില്ലുണ്ടായിരുന്നു. എക്രോസ് എ ക്ലിയർ ബ്ലൂ സ്കൈ. തെളിഞ്ഞ നീലാകാശത്തിന് കുറുകെ. എക്രോസ് മീൻസ് കുറുകെ. എക്രോസ് എ ക്ലിയർ ബ്ലൂ സ്കൈ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ നീലാകാശത്തിന് കുറുകെ എന്നാ. അപ്പോൾ ഒന്നിച്ച് ചേർത്ത് പറഞ്ഞാൽ there was a huge bright rainbow across a clear blue sky. ഒരു വലിയ തിളങ്ങുന്ന മഴവില്ലുണ്ടായിരുന്നു തെളിഞ്ഞ നീലാകാശത്തിന് കുറുകെ. മനസ്സിലായോ? ദെൻ ആനന്ദി റാൻ ഔട്ട് ടു ദ ഗാർഡൻ. ആനന്ദി റാൻ ഔട്ട്. ആനന്ദി പുറത്തേക്ക് ഓടി. ടു ദ ഗാർഡൻ. പൂന്തോട്ടത്തിലേക്ക് അല്ലേ? ആനന്ദി റാൻ ഔട്ട് ടു ദ ഗാർഡൻ. ആനന്ദി പുറത്തേക്ക് ഓടി പൂന്തോട്ടത്തിലേക്ക്. അതായത് ആനന്ദി പൂന്തോട്ടത്തിലേക്ക് ഓടി. വിത്ത് മില്ലി. മില്ലിയുമായിട്ട് ഓടി. ആരായി മില്ലി? ഹെയർ ഫേവററ്റ് ക്യാറ്റ്. അവളുടെ പ്രിയപ്പെട്ട പൂച്ചയാണ് മില്ലി. ആനന്ദി റാൻ ഔട്ട് ടു ദ ഗാർഡൻ വിത്ത് മില്ലി. ആനന്ദി പൂന്തോട്ടത്തിലേക്ക് ഓടി മില്ലിയുമായിട്ട്. മില്ലി അവളുടെ ഫേവററ്റ് ആയിരിക്കുന്ന അവൾ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പൂച്ചയാണ്. ഫേവററ്റ് മീൻസ് അവൾക്ക് ഇഷ്ടപ്പെട്ട, ക്യാറ്റ് മീൻസ് പൂച്ച. ഫേവററ്റ് ക്യാറ്റ് ഇഷ്ടപ്പെട്ട പൂച്ച. ആനന്ദി ലവ് ടു ഡ്രോ ആൻഡ് പെയിൻറ്റ്. ആനന്ദി ലവ് ടു ഡ്രോ ആൻഡ് പെയിൻറ്റ്. ആനന്ദി വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടിരുന്നു. ആനന്ദി എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു? അവൾക്ക് വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനും വലിയ ഇഷ്ടമായിരുന്നു. മനസ്സിലായില്ലേ? ആനന്ദി ലവ് ടു ഡ്രോ ആൻഡ് പെയിൻറ്റ്. ടുഡേ ഷീ വാണ്ടഡ് ടു പെയിൻറ്റ് ദ ഫ്ലവേഴ്സ് ഓഫ് ഹെർ ഗാർഡൻ. ടുഡേ ഷീ വാണ്ടഡ് ടു പെയിൻറ്റ്. ഇന്ന് അവൾക്ക് പെയിൻറ്റ് ചെയ്യണമായിരുന്നു. ടുഡേ ഷീ വാണ്ടഡ് ടു പെയിൻറ്റ്. ഇന്ന് അവൾക്ക് പെയിൻറ്റ് ചെയ്യണമായിരുന്നു. എന്താണ്? ദ ഫ്ലവേഴ്സ് ഓഫ് ദ ഗാർഡൻ. പൂന്തോട്ടത്തിലെ പൂക്കളെ പെയിൻറ്റ് ചെയ്യണമായിരുന്നു. മനസ്സിലായോ? പൂന്തോട്ടത്തിലെ പൂക്കളെ പെയിൻറ്റ് ചെയ്യണമായിരുന്നു. കളേഴ്സ് ഓഫ് ദ റെയിൻബോ. മഴവില്ലിൻ്റെ നിറങ്ങൾ കൊണ്ട് പെയിൻറ്റ് ചെയ്യണമായിരുന്നു. വിത്ത് ദ കളേഴ്സ് ഓഫ് ദ റെയിൻബോ. മഴവില്ലിൻ്റെ നിറങ്ങൾ കൊണ്ട് പെയിൻറ്റ് ചെയ്യണമായിരുന്നു. She colored one flower with the violet. She colored one flower with the violet. അവൾ എന്ത് ചെയ്തു? ഒരു പൂവിനെ വയലറ്റ് നിറം കൊണ്ട് കളർ ചെയ്തു. She colored one flower with the violet. ഒരു പൂവിനെ വയലറ്റ് നിറം കൊണ്ട് കളർ ചെയ്തു. And another with the indigo of the rainbow. മറ്റൊന്നിനെയോ? വിത്ത് ദ ഇൻഡിഗോ ഓഫ് ദ റെയിൻബോ. മഴവില്ലിലെ ഇൻഡിഗോ നിറം കൊണ്ട് പെയിൻറ്റ് ചെയ്തു. ആൻഡ് അനദർ വിത്ത് ദ ഇൻഡിഗോ ഓഫ് ദ റെയിൻബോ. മറ്റൊന്നിനെ റെയിൻബോയുടെ ഇൻഡിഗോ നിറം കൊണ്ട് പെയിൻറ്റ് ചെയ്തു. പിന്നെയോ
വൺ വിത്ത് ദ ബ്ലൂ, ഒരെണ്ണത്തിന് നീല നിറം കൊടുത്തു. ആൻഡ് ലീവ്സ് വിത്ത് ദ ഗ്രീൻ, അതിൻ്റെ ഇലകളെയൊക്കെ പച്ച നിറം കൊണ്ട് പെയിൻറ്റ് ചെയ്തു. വൺ വിത്ത് ഓറഞ്ച്, വൺ വിത്ത് റെഡ്, ഒന്നിനെ ഓറഞ്ച് നിറം കൊടുത്തു. വൺ വിത്ത് റെഡ്, വേറൊന്നിന് ചുവപ്പ് നിറം കൊടുത്തു. നമുക്കൊന്നുകൂടെ വായിക്കാവേ. ഷീ കളേർഡ് വൺ ഫ്ലവർ വിത്ത് വയലറ്റ്, അവൾ ഒരു പൂവിന് വയലറ്റ് നിറം കൊടുത്തു. അനദർ വിത്ത് ദ ഇൻഡിഗോ ഓഫ് ദ റെയിൻബോ, മറ്റൊന്നിന് റെയിൻബോയിലെ മഴവില്ലിലെ ഇൻഡിഗോ നിറം കൊടുത്തു. വൺ വിത്ത് ദ ബ്ലൂ ആൻഡ് ലീവ്സ് വിത്ത് ദ ഗ്രീൻ, ഒരെണ്ണത്തിന് നീല നിറം കൊടുത്തു, നീലപ്പൂ. ലീവ്സിനെല്ലാം ഗ്രീൻ കളറും കൊടുത്തു, പച്ച നിറം. ദ ലീവ്സ് വിത്ത് ഗ്രീൻ, ഗ്രീൻ നിറം കൊടുത്തു, പച്ച നിറം കൊടുത്തു ഇലകൾക്ക്. വൺ വിത്ത് ഓറഞ്ച്, വൺ വിത്ത് റെഡ്, ഒരെണ്ണത്തിന് ഓറഞ്ച് നിറം കൊടുത്തു, ഒരെണ്ണത്തിന് റെഡ് നിറം കൊടുത്തു. അപ്പോൾ ഏതൊക്കെ നിറം കൊടുത്തു? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, പിന്നെ ഓറഞ്ച്, റെഡും കൊടുത്തു. അപ്പോൾ യെല്ലോ വിട്ട് കളഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് നോക്കാം എന്തായെന്ന്. ബട്ട് ഷീ ലവ് ദ യെല്ലോ, അവൾ ആ യെല്ലോ അങ്ങ് നീക്കി വെച്ചു, ഒഴിവാക്കി. സോ ദാറ്റ് ദ സൺ മേ ലുക്ക് ബ്രൈറ്റ് ആൻഡ് ഗേ, മഞ്ഞ നിറം സൂര്യൻ്റെ അല്ലേ, അത് അവനങ്ങ് എടുത്തോട്ടെ. സൂര്യൻ അങ്ങനെ തിളങ്ങി നിൽക്കട്ടെ, ബ്രൈറ്റ് ആൻഡ് ഗേ ആയിട്ട് സന്തോഷപൂർവ്വം തിളങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ആ മഞ്ഞ നിറം വേറെ ആർക്കും കൊടുക്കാഞ്ഞത്. ബട്ട് ഷീ ലെഫ്റ്റ് ദ യെല്ലോ സോ ദാറ്റ് ദ സൺ മേ ലുക്ക് ബ്രൈറ്റ് ആൻഡ് ഗേ. ആൻഡ് ലോ ദെയർ വെയർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഓൾ ഓവർ ദ ഗാർഡൻ. നോക്കൂ, അവിടെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു, വളരെയധികം ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആയിരുന്നു, ഭംഗിയുള്ള പൂക്കൾ. ഓൾ ഓവർ ദ ഗാർഡൻ, ഗാർഡനിൽ മുഴുവൻ, പൂന്തോട്ടത്തിൽ മുഴുവൻ ഇഷ്ടംപോലെ ഭംഗിയുള്ള പൂക്കളുണ്ടായിരുന്നു. ദ സൺ വാസ് അപ്പ് ദയർ ഷൈനിങ് ഇൻ യെല്ലോ ഗ്ലോറി. സൂര്യൻ എവിടെയാണ് നിൽക്കുക? ദ സൺ വാസ് അപ്പ് ദയർ, സൂര്യനതാ ആകാശത്തിൽ അങ്ങ് ഉയരത്തിൽ, ഷൈനിങ് ഇൻ ഇറ്റ്സ് യെല്ലോ ഗ്ലോറി, അത് അതിൻ്റെ മഞ്ഞ നിറത്തിൻ്റെ മഹത്വത്തോടുകൂടി തെളിഞ്ഞു നിന്നു, ഗ്ലോറിയസ് ആയിട്ട് തെളിഞ്ഞു നിന്നു. മഞ്ഞയുടെ മഹത്വത്തിൽ അവൻ തെളിഞ്ഞു നിന്നു, യെല്ലോ ഗ്ലോറിയിൽ. ആഫ്റ്റർ ഗീവിങ് കളേഴ്സ്, നിറങ്ങളെല്ലാം കൊടുത്ത ശേഷം ആർക്കാ കൊടുത്തത്? ടു ദ ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിന് കൊടുത്തത് അല്ലേ. ആഫ്റ്റർ ഗീവിങ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് സൺ, സൂര്യന് നിറം കൊടുത്തു അല്ലേ. ആൻഡ് ദ സൺ, ദ റെയിൻബോ വാസ് ഗോൺ, റെയിൻബോ അങ്ങ് പോയി മറഞ്ഞു. മനസ്സിലായില്ലേ? അതിനുശേഷം റെയിൻബോ അങ്ങ് പോയി മറഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടോ, ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.